ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ പൊരിക്കുകയാണ്. നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണിത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചത്. അതിലേക്ക് നാരങ്ങ ഇനി നന്നായിട്ട് യോജിപ്പിക്കാം. യോജിപ്പിക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലണം. മുളകും കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഒരു 10 മിനിറ്റ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചിക്കൻ പൊരിക്കാൻ പോവുക. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. സാധാ ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ചിക്കൻ ഇടുകയാണ്. കുഴച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെരുകി വെച്ച തേങ്ങ വിതറി കൊടുക്കുക. അത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മൂത്തോളും. നമ്മൾ ഇറക്കി കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. നന്നായി ഇതിന് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്താൽ ഇത് മൂത്ത് വരും. ഇനി ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇടുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എല്ലാ ഭാഗം നല്ലോണം വേവുകയും ചെയ്യും. ഇതിൻ്റെ അകത്തൊക്കെ തേങ്ങ അത് നല്ലോണം മുരിഞ്ഞ് വരികയും ചെയ്യും. അതിനിടയ്ക്ക് നോക്കി തോന്നും അത് വേവുന്നത് വരെ. ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ഇത് പ്ലേറ്റിലാക്കിയതാണ്. അവസാനത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള പ്ലേറ്റിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക.